എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം ഉണക്ക നെത്തോലിയും ഉണക്ക ചെമ്മീനുമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ ചൂട നല്ല വൃത്തിയുള്ളൊരു ചാക്കിൽ കെട്ടി സൂക്ഷിക്കും. നെത്തോലി അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ഇല്ലെങ്കിൽ നെത്തോലി പെട്ടെന്ന് കേടായിപ്പോവും. ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ ഒരു 6 മാസം വരെ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നെത്തോലി ഇരിക്കും. ഉണക്കിയ നെത്തോലി ഇനി നമ്മൾ ആ ചാക്കിൽ നിന്ന് കുറച്ച് വീതം എടുത്ത് നമ്മളൊരു മുറത്തിലേക്കിടും. മുറത്തിലിട്ട ശേഷം പാറ്റി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെത്തോലി ഏകദേശം 96 കിലോ ഉണങ്ങിയത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും ബൾക്കായിട്ട് നമ്മളിപ്പോൾ ഉണക്കി എടുത്തിട്ടുണ്ട്. നെത്തോലിയിൽ നിന്നുള്ള പൊടിയും ആ ഒരു കയറ്റുപായുടെ ചവറുമൊക്കെ പാറ്റി ഒന്ന് കളയും. ഇത് ഉണക്കാൻ ഉപയോഗിക്കുന്ന കയറ്റുപായിലെ ചെറിയ തുമ്പും പൊടിയൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ഐറ്റം പാക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കാറുള്ളത്. നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് അങ്ങനെ വെക്കാറില്ല. ഓരോ ഓർഡറിനും അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മാത്രം പാക്ക് ചെയ്ത് അന്നേരം തന്നെ പാക്ക് ചെയ്ത് അഡ്രസ്സ് ഒട്ടിച്ചാണ് സാധനം ഇവിടുന്ന് അയക്കുന്നത്. ഈ ഒരു സീസണിലാണ് നെത്തോലി കൂടുതലായിട്ട് കിട്ടുക. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ വള്ളം പണിക്ക് പോകുന്ന സമയമാണ്. വലിയ കോരി വെള്ളത്തിലും താങ്ങ് വെള്ളത്തിലുമൊക്കെയാണ് ഈ ഒരു നെത്തോലി ഇപ്പോൾ കിട്ടുക. അതുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ നെത്തോലി അവൈലബിൾ ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഉണക്ക ചെമ്മീനാണ്. അഷ്ടമുടി കായലിലെ നല്ല ഒന്നാന്തരം വലിയ സൈസായിട്ടുള്ള ഉണക്ക ചെമ്മീനാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം കൊടുത്തതിനേക്കാളും നല്ല വലിയ സൈസിലെ ചെമ്മീനാണ്. ഈ ഒരു ജൂൺ മാസം അവസാനം ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു ചെമ്മീൻ ഇത്രയും വലിയ സൈസിലാവുന്നത്. മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ചെമ്മീൻ നല്ല വലിയ സൈസിൽ കിട്ടുള്ളൂ നമുക്ക്. ഇത് നമ്മൾ നന്നായിട്ട് പാറ്റി പറക്കി അതിലുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം പറക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ പാറ്റി പറക്കിയ കൊഞ്ച് നമ്മൾ തിരിഞ്ഞ് അതിലിനിയുമുള്ള ചെറിയ തരികളും പൊടികളും എല്ലാം നീക്കം ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ചെറിയ അംശങ്ങൾ അത് ഈ കൊഞ്ച് പിടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കയറുന്ന ചെറിയ പായലുകളും ചെറിയ പൊടി മീനുകളും ഒക്കെയാണ്. അതുമൊക്കെ പറക്കി മാറ്റിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതിൽ നെത്തോലി ഉണക്കുന്ന പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ ഉണക്കുന്ന വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഒരു നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ, ചെമ്മീൻ ഉണക്കുന്ന കാഴ്ച. ഇത് നമ്മുടെ അഷ്ടമുടി കായലിലെ ചെമ്മീനാണ്. കായൽ ചെമ്മീനാണ്. കടൽ ചെമ്മീൻ നമ്മൾ കൊടുക്കുന്നില്ല, നമുക്കതിൻ്റെ പ്രോസസ്സിങ് ഒന്നുമില്ല. കായൽ ചെമ്മീനാണപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4 കിലോയുടെ പാക്കറ്റ്. ഇത് 1/2 കിലോയുടെ പാക്കറ്റാണ്. ഇത് 1 കിലോ. ചെമ്മീൻ 1 കിലോ. ഇത് 1/2 കിലോ. 4 കിലോ അല്ലേ? 4 കിലോയുടെ പാക്കറ്റാണേ. 1/2 കിലോ പാക്കറ്റാണിത്. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഇത് 1/2 കിലോ പാക്കറ്റാണ്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.